നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ഡിജിറ്റൽ വാഴ്സിറ്റിയിൽ PG PhD അപേക്ഷ മെയ് 19 വരെ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള 2025 PG PhD പ്രവേശനത്തിന് മെയ് 19 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ടെക്നോ പാർക്ക് ഫേസ് മംഗലം തോന്നക്കൽ തിരുവനന്തപുരം duk.ac.in/admission എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പ്രോഗ്രാമുകളും പ്രവേശനവും: 1. M.Tech പ്രസക്ത B.Tech പ്രസക്ത വിഷയത്തിലെ MSc അഥവാ 5 വർഷ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ ബിരുദം നേടിയവർക്ക് അവസരങ്ങളുണ്ട്. CUET PG അഥവാ ഗേറ്റ് സ്കോർ വഴി പ്രവേശനം നേടാം. ഇതിനു പകരമായി സർവകലാശാലയെ ബന്ധപ്പെട്ട സ്കൂളിൻ്റെ വകുപ്പിൻ്റെ പ്രവേശന രീതി സ്വീകരിക്കുകയും ആകാം. ഗേറ്റ് യോഗ്യതയുള്ളവരെ ഇൻ്റർവ്യൂ നടത്തി സെലക്ഷൻ ചെയ്യും. ഇവർക്ക് AICTE സ്കോളർഷിപ്പ് ലഭിക്കും. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് MA കണക്റ്റഡ് സിസ്റ്റം ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് MA ഹാർഡ്വെയർ IoT റോബോട്ടിക്സ് VLSM ഡിസൈൻ എന്നീ സ്പെഷ്യലൈസേഷനുണ്ട്. 2. MSc സയൻസ് എഞ്ചിനീയറിംഗ് മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾപ്പെടെ വിഷയങ്ങളിലെ 3/4 വർഷ ബാച്ചുലർ ബിരുദമുള്ളവർക്ക് അവസരങ്ങളുണ്ട്. NDA നടത്തുന്ന CUET PG 2022 ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ടെസ്റ്റ് DUAT 2025 എന്നീ പരീക്ഷകളൊന്നിലെ സ്കോർ വേണം. അപ്ലൈഡ് ഫിസിക്സ് VLSI ഡിസൈൻ അപ്ലൈഡ് മെറ്റീരിയൽസ് കമ്പ്യൂട്ടർ സയൻസ് സൈബർ സെക്യൂരിറ്റി ഡേറ്റ അനലിറ്റിക്സ് എക്കോളജി ഇലക്ട്രോണിക്സ് IoT റോബോട്ടിക്സ് ഡേറ്റ അനലിസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ഡേറ്റ സയൻസ് ബയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡേറ്റ സയൻസ് ജിയോ ഇൻഫോർമാറ്റിക്സ് എൻവയോൺമെൻറ്റൽ സയൻസ് എന്നീ സ്പെഷ്യലൈസേഷനുകളുണ്ട്. 3. MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിസിനസ് അനലിസ്റ്റിക് ഡിജിറ്റൽ ഗവേണൻസ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഫിനാൻസ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സയൻസ് മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻ സിസ്റ്റംസ് ടെക്നോളജി മാനേജ്മെൻറ്റ് എന്നീ സ്പെഷ്യലൈസേഷനുകളുമുണ്ട്. 60% മാർക്കോടെ ബാച്ചിലർ ബിരുദവും CUET CAT GRE CMAT KMAT SMAT NENMAT DUET എന്നിവയിൽ ഒന്നിൽ സാധ്യതയുള്ള സ്കോറും വേണം. വർക്കിംഗ് പ്രൊഫഷണൽ ഉൾപ്പെടെ പ്രോഗ്രാം നടത്തുന്നവരുടെ 2 വർഷത്തെ പ്രസക്ത വ്യവസായ സേവന പരിചയം ഉണ്ടാകണം. PG പ്രൊഫഷണലിലെ മിനിമം യോഗ്യത സംബന്ധിച്ച പൊതു നിബന്ധന 60% മാർക്ക് അഥവാ 6.5 or 10 ഗ്രേഡ് പോയിന്റ് ആവറേജോടെ ബന്ധപ്പെട്ട് ബിരുദം വേണം. ഏതെങ്കിലും സർവകലാശാല 6.5 10 ആവറേജ് എന്നത് 60% കൂടുതലായിട്ടാണ് പരിവർത്തനം ചെയ്യുന്നതെങ്കിൽ 6.5 കുറഞ്ഞ ആവറേജും പ്രവേശനത്തെ പരിഗണിക്കും. പക്ഷേ ആ മാനദണ്ഡത്തെ തെളിവ് പ്രവേശന വേളയിൽ ഹാജരാക്കണം. പട്ടിക ഭിന്നശേഷി വിഭാഗർക്ക് പാസ് മാർക്ക് മതി. കേരളത്തിലെ പിന്നോക്ക വിഭാഗർക്ക് 55% മാർക്കും. മുൻ സെമസ്റ്റർ വർഷ പരീക്ഷകളെല്ലാം ജയിച്ച് ആദ്യമായി ഫൈനൽ സെമസ്റ്റർ വർഷ പരീക്ഷ എഴുതിയവർക്കും അപേക്ഷിക്കാം. ഓരോ പ്രോഗ്രാമിലെ പ്രവേശന CUET PGയിൽ DUETയിൽ എഴുതേണ്ട പേപ്പറിൻ്റെ കോഡ് പ്രോസ്പെക്ടറിലുണ്ട്. ഉദാഹരണം MBAക്ക് CUPQ12 അഥവാ DUAT01 ഫോർ PhD ഫുൾ ടൈം പാർട്ട് ടൈം ഇൻ്റഗ്രേറ്റഡ് റെഗുലർ പ്രോഗ്രാമർ സർവകലാശാല എല്ലാ സ്കൂളുകളിലുമുണ്ട്. പ്രവേശന യോഗ്യതയ്ക്ക് പ്രോസ്പെക്ടസ് നോക്കാം. UGC നെറ്റ് UGC CSIR നെറ്റ് ഗേറ്റ് CED അഥവാ സമാന ടെസ്റ്റിലെ ഫെലോഷിപ്പ് നേടിയിട്ടില്ലാത്തവർക്ക് ഡ്രാറ്റ് എഴുതി പരീക്ഷ നേടണം. ഡ്രാറ്റ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. പ്രാഥമിക സെലക്ഷൻ ഉള്ളവർ ഗ്രൂപ്പ് ചർച്ചയിലും ഇൻ്റർവ്യൂവിലും മികവ് തെളിയിക്കണം. ഫുൾ ടൈം PhD വിദ്യാർത്ഥികൾക്ക് 3 വർഷം യഥാക്രമം 20,000 25,000 30,000 രൂപ മാസ സ്കോളർഷിപ്പ് ഉണ്ട്. തുടർന്ന് സ്കോളർഷിപ്പ് ഇല്ല. UGC CSIR ICMR DBT DST ഇൻസ്പയർ KSC തുടങ്ങിയവയിലെ ടെസ്റ്റ് യോഗ്യതയുള്ളവർക്ക് അവ അനുസരിച്ചുള്ള ഫെലോഷിപ്പ് ലഭിക്കും. അപേക്ഷകൾ duk.ac.in/admission അപ്ലൈ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാം. PG പ്രോഗ്രാമിനുള്ള അപേക്ഷാ ഫീസ് 2 തരത്തിലാണ്. 1. DUAT വഴി അപേക്ഷിക്കാൻ 750. പട്ടിക ഭിന്നശേഷി വിഭാഗർക്ക് 375 രൂപ. 2. CUET PG അഥവാ മറ്റ് യോഗ്യതാ പരീക്ഷ വഴി അപേക്ഷിക്കാൻ 100 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗർക്ക് 50 രൂപ. MSc പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഗ്രൂപ്പ് രീതി പ്രോസ്പെക്ടസ് പ്രത്യേകം നോക്കണം. മറ്റു വിവരങ്ങൾ: PG PhD പ്രവേശനമുള്ള DUAT മെയ് 31 DRAD ജൂൺ 7 നടത്തും. CUET ഓൺലൈൻ പരീക്ഷയിൽ 60% മെറ്റിൽ 60 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. തെറ്റിന് മാർക്ക് കുറയ്ക്കും. M.Tech MSc പ്രോഗ്രാമിൽ 2 വർഷത്തേക്ക് ആകെ 2,10,000 രൂപ ഫീസ് നൽകണം. MBAക്ക് 4,15,000 രൂപയും. PhD പ്രോഗ്രാമിനുള്ള ഫീസ് സ്കോളർഷിപ്പ് നിരക്കുകൾ പ്രോസ്പെക്ടസിൽ ഇനം തിരിച്ച് നൽകിയിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ലഭിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.